ഡാലിയ ട്യൂബേഴ്സിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും, എൻ്റെ ഗാർഡനിൽ കുറേ ഡാലിയാസ് ഉണ്ടായിരുന്നു. ഒക്ടോബർ സെക്കൻഡ് വീക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഞാനതെല്ലാതും പറിച്ചിട്ട് അതിൻ്റെ ചെടിയുടെ പൂക്കളും അതിൻ്റെ തണ്ടും എല്ലാം വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ട്യൂബറായിട്ടാണ് കിട്ടുന്നത്. ആ ട്യൂബർ ഒരു സ്ഥലത്ത് ഉണക്കാൻ വയ്ക്കുമ്പോൾ ദേ കണ്ടോ ഉണങ്ങി കഴിയുമ്പോൾ ദേ ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ തണ്ടുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹോളുകളില്ലാത്ത അവിടെ വരെ നമ്മളത് കളയണം. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രാണികളൊക്കെ കയറി നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഒരു കാർട്ടൂൺ ബോക്സ് എടുത്തിട്ട് അത് നിരത്തി ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കും. ഏകദേശം മോൾഡൊന്നും വന്നത് വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് വയ്ക്കുക. അധികം തണുപ്പ് തട്ടാത്ത സ്ഥലത്ത് എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇത് സ്റ്റോർ ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാർട്ടൂൺ ബോക്സിലോ അല്ലെങ്കിൽ മറ്റേ ബോക്സിലൊക്കെ ആയിട്ട് സോഫയുടെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഗാരേജിലോ തട്ടുംപുറത്തോ എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ സോഫയുടെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതല്ലാണ്ട് മണ്ണിൽ കുഴിച്ചിട്ടാലും മതി. അധികം തണുപ്പ് തട്ടാൻ പാടില്ല. അടുത്ത ഏപ്രിൽ ആകുമ്പോൾ ഇനി നമുക്കിത് പുറത്ത് വളർത്തിയാൽ മതി. എല്ലാവരുടെ ഗാർഡനും പൂത്തുലയട്ടെ.